മെക്കാനിക്സിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് കോറിയോളിസിസ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഫ്രെയിം ഓഫ് റെഫറൻസ് പറഞ്ഞു, കോറിയോളിസിസ് ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഫിക്റ്റീഷ്യസ് ഫോഴ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ വരെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ലീനിയർ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, നോൺ ലീനിയർ സിസ്റ്റം ഒരു സിസ്റ്റം അതിന്റെ ഇൻപുട്ടിനനുസരിച്ചിട്ട് ഇൻപുട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഔട്ട്പുട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തെ നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറയും. ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുകയാണ്, ആ സിസ്റ്റത്തിന്റെ ഇൻപുട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടല്ല ഔട്ട്പുട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തെ പറയുന്നതാണ് നോൺ ലീനിയർ സിസ്റ്റം. ഓക്കെ, so a non-linear system is a system in which the change of the output is not proportional to the change of the input. A non-linear system എന്ന് വെച്ചാൽ എന്താ? A non-linear system is a system in which the change of the output is not proportional to the change of the input. ഔട്ട്പുട്ടിന്റെ ചേഞ്ച് അനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലി ആ സിസ്റ്റത്തെ നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറയാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദ ഡയനാമിക്കൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം, മോഷൻ ഉള്ള ഏതൊരു സിസ്റ്റം, അതായത് മൂവ്മെന്റ് ഉള്ള ഏതൊരു സിസ്റ്റത്തെയും നമുക്ക് എന്ത് പറയാം? ഡയനാമിക്കൽ സിസ്റ്റം എന്ന് പറയാം. മോസ്റ്റ് ഓഫ് ദ ഡയനാമിക്കൽ സിസ്റ്റംസ് ആൻഡ് ഫിനോമിന ഇൻ നേച്ചർ ആർ നോൺ ലീനിയർ. നമ്മൾ ചുറ്റും കാണുന്ന സിസ്റ്റം, അതായത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ ചുറ്റും നടക്കുന്ന ഓസിലേഷൻസ്, വൈബ്രേഷൻസ് എന്ത് തന്നെ ആയാലും അതിൽ മെജോറിറ്റി കാര്യങ്ങളും എന്ത് തന്നെയാണ്? നോൺ ലീനിയർ തന്നെയാണ്. ഓക്കെ, നമ്മൾ ലീനിയർ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്ന പോലെയല്ല, നോൺ ലീനിയർ സിസ്റ്റം കുറച്ച് കോംപ്ലക്സ് ആയ കാര്യമാണ്. കുറച്ചും കൂടെ കോംപ്ലക്സ്. നമ്മളുടെ നേച്ചറിൽ കാണുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പലതും എന്താണ്? കോംപ്ലക്സിറ്റി ഉള്ളതാണ്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുന്നത് എങ്ങനെയാ? We are not fully to handle non-linear problems. Many of the non-linear problems are reduced to linear one by approximation. നമ്മൾ പലപ്പോഴും ഒരു സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുക എങ്ങനെയാന്ന് വെച്ചാല് കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള അപ്രോക്സിമേഷൻസ് നടത്തും. പലതരത്തിലുള്ള അപ്രോക്സിമേഷൻ നടത്തിയിട്ട് നമ്മൾ ആ നോൺ ലീനിയർ സിസ്റ്റത്തിനെ ലീനിയർ സിസ്റ്റമാക്കി മാറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുക. നമ്മളിപ്പോ ഏതെങ്കിലും റെസ്ട്രിക്ഷൻസ് കൊടുക്കുകയാണ്, നമ്മൾ ഫസ്റ്റ് 2 ടേംസ് മാത്രമേ എടുക്കുന്നുള്ളൂ, അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ വേരിയേഷൻസ് ഒക്കെ വെച്ച് ചെയ്യില്ലേ? അതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു നോൺ ലീനിയർ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തെ നമ്മൾ ലീനിയർ സിസ്റ്റമായിട്ട് റെഡ്യൂസ് ചെയ്യാം. എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? പലതരത്തിലുള്ള അപ്രോക്സിമേഷൻസ് കൊടുക്കും, ഇല്ലെങ്കിൽ പലതരത്തിലുള്ള കണ്ടീഷൻസ് കൊടുക്കും. ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ നോൺ തുടങ്ങും. Okay. So most of the dynamical system and phenomena in nature are non-linear. We are not fully to handle the non-linear problems. Many of the non-linear problems are reduced to linear ones by approximation. അപ്പോൾ ഇൻപുട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടല്ല ഔട്ട്പുട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തെ നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറയാം. നമ്മളുടെ ചുറ്റും കാണുന്ന ഒരുപാട് നാച്ചുറൽ ഫിനോമിനാസും അതുപോലെ തന്നെ ഡയനാമിക്കൽ സിസ്റ്റവും എന്താണ്? നോൺ ലീനിയർ ആണ്. ഓക്കെ, നമുക്ക് നോൺ ലീനിയർ ഒക്കെ നൽകിയിട്ട് ആ നോൺ ലീനിയർ സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ലീനിയർ സിസ്റ്റമായിട്ട് റെഡ്യൂസ് ചെയ്യും. എന്നിട്ട് ശേഷമാണ് നമ്മൾ എന്ത് പറയണത്? ആ സിസ്റ്റത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇനി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നോൺ ലീനിയർ സിസ്റ്റം എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, നോൺ ലീനിയർ സിസ്റ്റംസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് യൂസ് ചെയ്യും. ഇപ്പൊ ലീനിയർ സിസ്റ്റം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യുക? ലീനിയർ സിസ്റ്റം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസ് ചെയ്യും? അഭിരാമി ഇല്ലേ?
മാം ഫസ്റ്റ് ഓർഡർ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലീനിയർ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് സിമ്പിളായ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ മതി. ഇനി എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എന്താണ് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. A differential equation which contains the term only in the first power of x is said to be linear in present ആയിട്ടുണ്ടാവും. Okay, difference എന്താന്ന് വെച്ചാല് a differential equation which contains the term only in the first power of x is said to be linear in x. നമുക്ക് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ തന്നെയാണ്. അതിന്റെ ഇക്വേഷൻ എന്താ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. അതായത് എക്സിന് ഒരു ഫസ്റ്റ് പവർ മാത്രമേ ഉള്ളൂ, എക്സിന്റെ പവർ ഇവിടെ 1 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എന്ത് പറയാം, ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാം. ഇനി നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ എന്ത് വരും, the higher power of x or its derivative occur the differential equation is said to be non-linear. Non-linear differential equation എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ എക്സിന്റെ ഹയർ പവേഴ്സ് ഒക്കെ വരും, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് റേസ് ടു 4, അങ്ങനെ എക്സിന്റെ ഹയർ പവേഴ്സ് ഒക്കെ വരുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ വരുന്ന സമയത്ത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്താണെന്ന് പറയും, നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയും. ഓക്കെ, സോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ എക്സിന്റെ പവർ 1 ആയിരിക്കും. നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ എക്സിന്റെ പവർ ഹയർ പവേഴ്സ് ആയിരിക്കും, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് റേസ് ടു 4, അങ്ങനെ ഹയർ പവേഴ്സ് ഒക്കെ ആയിരിക്കും നോൺ ലീനിയർ സിസ്റ്റത്തെ കുറിച്ചും നോൺ ഓട്ടോണോമസ് സിസ്റ്റത്തെ കുറിച്ചാണ്. A dynamical system whose equation does not contain the time t explicitly are known as autonomous system. ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തില് നമ്മൾ ഒരു സിസ്റ്റത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യുക, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, ആ സിസ്റ്റത്തിനെ ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറയാൻ പറ്റും. എന്താണ്, ഒരു സിസ്റ്റം, നമ്മൾ ആ സിസ്റ്റത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഏതെങ്കിലും ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും. ആ ഫങ്ഷനില് ടൈം എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, എക്സ്പ്ലിസിറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകടമായിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തെ എന്ത് പറയും, ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറയും. ഓട്ടോണോമസ് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ ആണ് വാൻ ഡെർ പോൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ by dt square minus mu into 1 minus x square into dx by dt plus x equal to 0. ഇതാണ് വാൻ ഡെർ പോൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ വാൻ ഡെർ പോൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഒരു നോൺ ലീനിയർ നോൺ കൺസർവേറ്റീവ് സിസ്റ്റത്തെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ നോട്ട് വെക്കുക. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് അവിടെ ടൈം എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ഇക്വേഷൻ നമ്മൾ വാൻ ഡെർ പോൾസ് ഇക്വേഷൻ. വാൻ ഡെർ പോൾസ് ഇക്വേഷൻ അതിന്റെ എക്സാമ്പിൾ ആണ്. എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിനെ ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറയും. എന്ത് പറയും, ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ആണ് നോൺ ഓട്ടോണോമസ് സിസ്റ്റം. നോട്ട് ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റം ആണ്. അതായത് ടൈം എന്ത് ചെയ്യും, എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യും. Dynamical system whose equations of motion contain the time t explicitly are known as non-autonomous system. Equations of motion contain the time t explicitly. Time പ്രകടമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ടൈമിന് അനുസരിച്ചിട്ട് ചേഞ്ചസ് പ്രകടമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിന് എന്ത് പറയും, നോൺ ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, നോൺ ഓട്ടോണോമസ്
സിസ്റ്റം. അതിന്റെ ഫംഗ്ഷൻ വരുന്നത് x1 ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x1 x2 എക്സെട്ര xn t. ആ ഫംഗ്ഷനിൽ ടി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. മറ്റേ നമ്മള് ഓട്ടോണോമസ് സിസ്റ്റം ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ടി അവിടെ ഫംഗ്ഷനകത്ത് വരുന്നില്ല. ഓക്കെ, അടുത്തത് അപ്പൊ നമ്മള് ഒരു നോൺ ലീനിയർ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. നോൺ ലീനിയർ സിസ്റ്റത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, നോൺ ലീനിയറും ഉണ്ട് ലീനിയറും ഉണ്ട്. അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ഫിസിക്കൽ ഫിനോമിനാസ്, അതുപോലെ തന്നെ ചുറ്റുമുള്ള ഒരുപാട് ഡൈനാമിക്കൽ സിസ്റ്റം, ഇതെല്ലാം എന്താണ്, നോൺ ലീനിയർ ആണ്. നോൺ ലീനിയർ സിസ്റ്റം ഹാൻഡിൽ ചെയ്യാനും പഠിക്കാനും ഒരുപാട് പ്രയാസം ഉള്ളത് കൊണ്ടും അതിന് കോംപ്ലക്സിറ്റി കൂടുതലായതുകൊണ്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യും, ലീനിയർ സിസ്റ്റംസ് ആയിട്ട് അതിനെ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. പലതരത്തിലുള്ള അപ്രോക്സിമേഷൻസും കണ്ടീഷൻസും കൊടുത്തിട്ട് നമ്മൾ ആ സിസ്റ്റത്തിനെ ലീനിയർ സിസ്റ്റം ആക്കി മാറ്റിയ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സിസ്റ്റത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഫേസ് പ്ലെയിൻ അനാലിസിസ് ഓഫ് ഡയനാമിക്കൽ സിസ്റ്റം. എന്താണ് ഫേസ് പ്ലെയിൻ അനാലിസിസ് ഓഫ് ഡയനാമിക്കൽ സിസ്റ്റം എന്ന് വെച്ചാൽ, അപ്പോ ഒരു ഡയനാമിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു മോഷനിലുള്ള ഒരു സിസ്റ്റമാണ്. ഹലോ മാം, സ്ക്രീന് വിസിബിൾ അല്ലേ ഇപ്പൊ? എവിടെ തൊട്ടാ പോയത്? ഫേസ് പ്ലെയിൻ കേട്ടോ? ആ, ഫേസ് പ്ലെയിൻ അത് സ്റ്റാർട്ടിങ് കേട്ടു. ഓക്കെ, ഫേസ് പ്ലെയിൻ എന്ന് പറയുന്നത് സിംപ്ലി ഒരു പ്ലെയിൻ ആണെന്ന് മനസ്സിലാക്കുക. ഒരു ടു ഡയമെൻഷണൽ സ്പേസ് ആണ്. ഓക്കെ, ദ ഫേസ് പ്ലെയിൻ ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ that displays the trajectories or path of a dynamical system in a two-dimensional space, typically involving two state variables. It is a valuable tool in analyzing the behavior of the system described by differential equations. ഒരു ഫേസ് പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഫേസ് പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇറ്റ് ഡിസ്പ്ലേസ് ദ ട്രാജക്ടറീസ് ഓർ പാത്ത് ഓഫ് എ ഡൈനാമിക്കൽ സിസ്റ്റം. ആ ഫേസ് പ്ലെയിൻ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്താണ് പ്രശ്നം മനസ്സിലാവുന്നില്ല. മാം, Phase plane is a graphical representation that displays the trajectories or path of a dynamical system in a two-dimensional space. ഒരു two-dimensional സ്പേസിൽ നമ്മളുടെ ഡൈനാമിക്കൽ സിസ്റ്റത്തിന്റെ പാത്ത് അല്ലെങ്കിൽ ട്രാജക്ടറി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിന് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ ഫേസ് പ്ലെയിൻ എന്ന് പറയും. ടിപ്പിക്കലി ഇൻവോൾവിങ് ടു സ്റ്റേറ്റ് വേരിയബിൾസ്. അതിൽ എന്തുണ്ട്, പ്ലെയിൻ അല്ലേ, അപ്പൊ അവിടെ എന്തുണ്ട്, രണ്ട് സ്റ്റേറ്റ് വേരിയബിൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഒരു സിസ്റ്റത്തെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വാല്യുബിൾ ടൂൾ ആണ്. നമുക്ക് ഏതൊരു കാര്യവും ആ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ട്രാജക്ടറി ഇല്ലെങ്കിൽ പാത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫേസ് പ്ലെയിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, the quantities x and y can be considered as the Cartesian coordinate in the xy plane. This plane is called the phase plane. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു കാർട്ടീഷ്യൻ പ്ലെയിൻ പറയാൻ പറ്റും. കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമുക്കറിയാം രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ പ്ലെയിൻ. ടു ഡയമെൻഷണൽ പ്ലെയിൻ ആണെങ്കിൽ അവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ പ്ലെയിൻ. അപ്പൊ നമുക്ക് കാർട്ടീഷ്യൻ പ്ലെയിനിന് നമുക്ക് എന്ത് പറയാം, ഒരു എക്സാമ്പിൾ ഫേസ് പ്ലെയിനിന്
ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അടുത്തത്, ഇതിപ്പോ നമ്മൾ നോൺ ലീനിയർ സിസ്റ്റം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ ടേം ആണ് ഫേസ് പ്ലെയിൻ എന്നുള്ളത്. അടുത്ത ടേം ആണ് ഫേസ് കർവ്. ഫേസ് കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the solution of the equation of motion will map out a smooth curve in the phase plane as a function of time. This is called phase curve or phase trajectory, and the motion along is called phase flow. അപ്പോൾ ഫേസ് കർവ് അല്ലെങ്കിൽ ഫേസ് ട്രജക്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്ത് ഫോളോ ചെയ്യുന്ന പാത്ത്, നമ്മൾ ഫിഗർ വരയ്ക്കുന്ന ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫേസ് കർവ് എന്ന് പറയാം. ഈ ഫിഗർ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? ദ സൊല്യൂഷൻ ടു ദ ഇക്വേഷൻ ഓഫ് മോഷൻ. നമ്മൾ ഒരു നോൺ ലീനിയർ സിസ്റ്റം വരച്ചു, ഇല്ലെങ്കിൽ ഒരു ലീനിയർ സിസ്റ്റം വരച്ചു. ആ സിസ്റ്റത്തിന്റെ ആ ഇക്വേഷൻ ഇല്ലേ, ആ ഫംഗ്ഷനെ നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ സൊല്യൂഷൻ എന്ത് ചെയ്യും, ഒരു സ്മൂത്ത് കർവ് നമുക്ക് വരയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഈ ഡൈനാമിക്കൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന പാത്ത് ആയിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്മൂത്ത് കർവ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. Will map out a smooth curve in the phase plane. Okay. This is called phase curve or phase trajectory, and the motion along is called phase flow. അപ്പോൾ ഈ കർവിന് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ പാത്ത് ഫോളോ ചെയ്ത പാത്തിന് നമ്മൾ പറയുന്നതാണ് എന്ത്, ഫേസ് കർവ് അല്ലെങ്കിൽ ഫേസ് ട്രജക്ടറി എന്ന് പറയുന്നത്. മോഷൻ അലോങ് ഈസ് കോൾഡ് ഫേസ് ഫ്ലോ. ആ ഫ്ലോ അതല്ലെങ്കിൽ മോഷൻ, അതിലൂടെ പോകുന്ന മോഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫേസ് ഫ്ലോ. ഓക്കെ, അടുത്തത് ഫേസ് പോർട്രേറ്റ്. A picture made up of set of phase curve is often called phase portrait. Phase portrait എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് കർവ്സിന് നമ്മൾ പറയുന്ന പേരാണ്. ആ ഡൈനാമിക്കൽ സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുന്ന ട്രജക്ടറീസ് നമ്മൾ വരച്ചു. അങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് ഒരു ടൈം ഇന്റർവെല്ലിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു സെറ്റ് ഓഫ് കർവ് ഫോം ചെയ്യും. ആ സെറ്റ് ഓഫ് കർവിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഫേസ് പോർട്രേറ്റ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്, ഫേസ് പോർട്രേറ്റ്. അപ്പൊ നമ്മൾ ഫേസ് പ്ലെയിൻ പഠിച്ചു, ഫേസ് കർവ് പഠിച്ചു, അല്ലെങ്കിൽ ഫേസ് ട്രജക്ടറി. അതിനുശേഷം ഫേസ് പോർട്രേറ്റ് പഠിച്ചു. ഒരു സെറ്റ് ഓഫ് കർവ്സിനെ നമ്മൾ ഫേസ് പ്ലെയിനിൽ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കർവിന് നമ്മൾ പറയുന്ന പേരാണ്, ആ പിക്ചറിന് നമ്മൾ പറയുന്നതാണ് എന്ത്, ഫേസ് പോർട്രേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സിംഗുലർ പോയിന്റ്. സിംഗുലർ പോയിന്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. Singular point in the phase trajectory corresponds to a point where the dynamics of the system becomes unique. Singular പോയിന്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിംഗുലർ പോയിന്റിലുള്ള സ്വഭാവം ആ സിംഗുലർ പോയിന്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മളിപ്പോ ഒരു ഫേസ് ട്രജക്ടറി വരച്ചു, അവിടുത്തെ സ്വഭാവം എന്ന് പറയുന്നത്, അതായത് സിംഗുലർ പോയിന്റിലുള്ള സ്വഭാവം എന്ന് പറയുന്നത് വെരി യുണീക്ക് ആണ്. അപ്പൊ അതിലുള്ള ബിഹേവിയർ വേറെ എവിടെയും നമുക്ക് ആ ഫേസ് പ്ലെയിനിൽ കാണാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ സിംഗുലർ പോയിന്റ് എന്താണെന്നുള്ളത് നമ്മൾ ഓരോ കേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ്, ഫേസ് സ്പേസ് ഏത് ഡൈനാമിക്കൽ സിസ്റ്റത്തെയും നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 2 ഡയമെൻഷണൽ സ്പേസ് ആണ് ഫേസ് സ്പേസ് എന്ന് പറയുന്നത്. ഒരു ഡൈനാമിക്കൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന പാത്ത് അല്ലെങ്കിൽ ട്രജക്ടറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് കർവ് അല്ലെങ്കിൽ ഫേസ് ട്രജക്ടറി. ശേഷം നമ്മൾ ഒരു സെറ്റ് ഓഫ് ഫേസ് ട്രജക്ടറീസ് നമ്മൾ വരയ്ക്കുകയാണ്, ഒരു സെറ്റ് ഓഫ് ടൈമിനകത്ത് നമ്മളുടെ ഫേസ് ട്രജക്ടറി വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഫേസ് പോർട്രേറ്റ്. ഫേസ് പോർട്രേറ്റ്. ഇനി സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഫേസ് പോർട്രേറ്റ് അല്ലെങ്കിൽ ഫേസ് കർവിലെ ഒരു യുണീക്ക് ആയിട്ടുള്ള, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്.
ആ പോയിന്റിലുള്ള സ്വഭാവം ആ ഫേസ് കർവ് വേറെ എവിടെയും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. അത് നമ്മൾ ഫിഗർ കാണുന്ന സമയത്ത് നമ്മൾ ഇനി ഓരോ കേസ് എടുക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് സിംഗുലർ പോയിന്റ്, ഒരു സിംഗുലർ പോയിന്റിനും ഏതൊക്കെ പേരാണ് കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ട്രജക്ടറീസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലീനിയർ ഹാർമോണിക് മോഷൻ. ലീനിയർ ഹാർമോണിക് മോഷൻ ആണ് ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. The differential equation of a linear harmonic oscillator having a mass m and spring constant k is given by m into d square x by dt square plus kx equal to 0. നമുക്ക് ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ എന്തറിയാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറിയാം. എം മാസും കെ സ്പ്രിംഗ് കോൺസ്റ്റന്റും ഉള്ള ഒരു ലീനിയർ ഹാർമോണിക് this can be written in the form, എങ്ങനെ എഴുതാം നമുക്ക്, എക്സ് സ്ക്വയർ നമ്മൾ 4 സ്റ്റെപ്പില് ഇതിന്റെ ഡെറിവേഷൻ വരും, അത് നമ്മൾ ചെയ്യണില്ല. ഫൈനൽ റിസൾട്ട് മാത്രം നോക്കാം. എക്സ് സ്ക്വയർ ബൈ 2e ബൈ കെ പ്ലസ് വൈ സ്ക്വയർ ബൈ 2e ബൈ എം ഇസ് ഈക്വൽ ടു 1. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് സിമിലർ ടു ദ ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ്. ഒരു എലിപ്സിന്റെ ഇക്വേഷന് സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത് പറയണത്, നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. Okay, x square by 2ek plus x square divided by 2e by m is equal to 0. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് സിമിലർ ടു ദി ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ്. ഓക്കെ, നമുക്കറിയാം എന്താണ് ഒരു എലിപ്സ്. എലിപ്സിന്റെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മളുടെ എലിപ്സ്. ഓക്കെ, ഈ എലിപ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതിന് 2 ആക്സിസ് ഉണ്ടാവും. ഓക്കെ, ഒരു സെമി മേജർ ആക്സിസും ഒന്ന് സെമി മൈനർ ആക്സിസും. നമ്മൾ ഡെഫിനറ്റ്ലി സെമി മേജർ ആക്സിസ് ഓക്കെ, നമ്മൾ പറഞ്ഞത് ഒരു ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററെ കുറിച്ചിട്ടാണ്. ഒരു ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, m into d square x by dt square plus kx plus is equal to 0. k kx equal to 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോമിൽ കിട്ടും, എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2e ബൈ കെ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2e ബൈ എം എന്നുള്ള ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഫോമിൽ കിട്ടും. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു എലിപ്സിന്റെ ഇക്വേഷന് സിമിലർ ആണ്. ഈ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലിപ്സ് നമ്മൾ എങ്ങനെ വരയ്ക്കുക, ഇങ്ങനെയാണ് നമ്മൾ എലിപ്സ് വരയ്ക്കുക. കുറച്ച് അൺഈവൻ ആയിട്ടുണ്ട്. ബി എന്നുള്ള പോർഷൻ ആണ് സെമി മൈനർ ആക്സിസ് എന്ന് പറയുന്നത്. നമുക്ക് എലിപ്സിന്റെ നോർമൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ പാരലൽ ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുന്ന സമയത്ത് എ സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടുന്നതാണ് 2e ബൈ കെ എന്നുള്ള ടേം. അതുപോലെ ബി സ്ക്വയറിന്റെ ടേമിൽ കിട്ടുന്നതാണ് എന്ത്, 2e ബൈ എം. ഓക്കെ, നമ്മൾ അത് എഴുതി.
അങ്ങനെയാണെങ്കിൽ നമുക്ക് സെമി മേജർ ആക്സിസ് എ എന്ന് പറയുന്നത് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2e/k എന്ന് കിട്ടും. എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2e/k. എയുടെ ടേം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2e/k എന്ന് കിട്ടും. ബിയുടെ ഹാർമോണിക് ഓസിലേറ്ററെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫേസ് ട്രജക്ടറി എങ്ങനെയാണ്? ഒരു എലിപ്സ് ആണ്. ഓക്കെ, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ പറഞ്ഞു ഫേസ് ട്രജക്ടറി. ഒരു ലീനിയർ മോഷൻ, ഒരു ഡൈനാമിക്കൽ സിസ്റ്റം നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ ഒരു ഫേസ് ട്രജക്ടറി വരും. അങ്ങനെ ലീനിയർ ഹാർമോണിക് മോഷൻ നമ്മൾ സോൾവ് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫേസ് ട്രജക്ടറി എന്ന് പറയുന്നത് എന്താണ്? ഒരു എലിപ്സ് ആണ്. ഫോർ എ ഡെഫിനറ്റ് എമൗണ്ട് ഓഫ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ 2e/k 2e/m ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതുന്ന സമയത്ത് നമ്മളുടെ ടോട്ടൽ എനർജിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് അതിനെ ഒരു എലിപ്സ് ആയിട്ട് പ്ലോട്ട് ചെയ്യാം. The trajectory direction is in clockwise direction. ഈ കാണുന്നതാണ് നമ്മളുടെ എന്ത്? ലീനിയർ ഹാർമോണിക് മോഷന്റെ എന്താണ്? ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഫേസ് ട്രജക്ടറി എന്ന് പറയണത്. ഓക്കെ, ഫേസ് ട്രജക്ടറി വന്നു. അത് ഏത് ഡയറക്ഷനിലാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? അത് നോട്ട് ചെയ്യണം കേട്ടോ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, സോറി, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. മാർക്ക് വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മളുടെ ഫേസ് ട്രജക്ടറി വരുന്നത്. എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്. ഏത് ഷേപ്പിലാ? എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്. അത് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സെമി മേജർ ആക്സിസ് എ എന്ന് പറയുന്നത് റൂട്ട് 2e/k ആണ്. സെമി മൈനർ ആക്സിസ് ബി എന്ന് പറയുന്നത് റൂട്ട് 2e/m ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ലീനിയർ ഹാർമോണിക് മോഷൻ പറഞ്ഞു. ലീനിയർ ഹാർമോണിക് മോഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലസ് y സ്ക്വയർ ഡിവൈഡഡ് ബൈ 2e സോറി, എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. തനിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. ഓക്കെ, അപ്പോൾ ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഫേസ് ട്രജക്ടറി ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരുന്നു, ഒരു ഡെഫിനിറ്റ് എലിപ്സ് ആയിരുന്നു. അതുപോലെ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ, സോറി, ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതിന്റെ സെമി മേജർ ആക്സിസ് എ എന്ന് പറയുന്നത് റൂട്ട് 2e/k ആണ്. സെമി മൈനർ ആക്സിസ് ബി ഈസ് ഈക്വൽ റൂട്ട് 2e/m ആണ്. ഇതിൽ O എന്നുള്ള പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത്. O എന്നുള്ള പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിംഗുലർ പോയിന്റിന്റെ പ്രത്യേകത എന്താ? അവിടെയുള്ള സ്വഭാവം വളരെ യുണീക്ക് ആയിരിക്കും. ആ പോയിന്റിലേക്ക് ഒരിക്കലും ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൽ എലിപ്റ്റിക്കൽ കർവ് ഒരിക്കലും സിംഗുലർ പോയിന്റിലേക്ക് വരുന്നില്ല കേട്ടോ. ചില കർവ്സ് വരുന്ന സമയത്ത് സിംഗുലർ പോയിന്റിലേക്ക് അത് ഡയറക്റ്റ് ചെയ്യും. പക്ഷെ ഇവിടെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ നമ്മളുടെ എലിപ്റ്റിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് അതിന്റെ സെന്ററിലേക്ക് എന്ത് ചെയ്യുന്നില്ല? ഡയറക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇൻഡയറക്റ്റ് ചെയ്യുന്ന കേസുകൾ വരാം. അത് നമുക്ക് വഴിയെ പറയാം. A possible phase trajectories are ellipses which encloses a singular point. അപ്പോൾ ഫേസ് ട്രജക്ടറി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? നമ്മൾ എലിപ്സ് ആണെന്ന് പറഞ്ഞു. അതിൽ എന്ത് ചെയ്യുന്നു?
approached by none is called vortex point. അപ്പോൾ ഒരു എലിപ്സിന്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞു. ഈ എലിപ്സിന്റെ ഷേപ്പിന്റെ പ്രത്യേകത എന്താ? അതിലുള്ള കർവ് ആ സിംഗുലർ പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നില്ല, അതിലുള്ള കർവ്സ് സിംഗുലർ പോയിന്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ സിംഗുലർ പോയിന്റിലേക്ക് ഡയറക്റ്റ് ചെയ്യാത്ത ഏതൊരു ഫേസ് ട്രജക്ടറിയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ആ സിംഗുലർ പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വോർട്ടെക്സ് പോയിന്റ് എന്നുള്ളത്. ഓക്കെ, വോർട്ടെക്സ് പോയിന്റ്. അപ്പോ ഇതില് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ സിംഗുലർ പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വോർട്ടെക്സ് പോയിന്റ്. നമ്മളൊരു ഫേസ് ട്രജക്ടറി വന്നു, ആ ഫേസ് ട്രജക്ടറിന്റെ അകത്താണ് സിംഗുലർ പോയിന്റ് എങ്കിൽ, നമ്മൾ എൻക്ലോസ് ചെയ്തിട്ടാണ് സിംഗുലർ പോയിന്റ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ പോയിന്റിനെ നമുക്ക് വോർട്ടെക്സ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് നോൺ ലീനിയർ സിസ്റ്റം ആണ്. നോൺ ലീനിയർ സിസ്റ്റം എന്ന് വെച്ചാൽ ഇൻപുട്ടിനനുസരിച്ചിട്ട് പ്രൊപ്പോർഷണലി നമുക്ക് ഔട്ട്പുട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തെ എന്ത് പറയാം? ഒരു നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറയാം. നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് ഡയനാമിക്കൽ സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് ചുറ്റും കാണുന്ന മോഷൻ ആണെങ്കിലും എന്താണെങ്കിലും അത് എന്ത് ചെയ്യാനാണ്? അതെല്ലാം നോൺ ലീനിയർ സിസ്റ്റംസ് ആണ്. ഓക്കെ, നോൺ ലീനിയർ സിസ്റ്റംസ് ആണ്. നമ്മൾ നേച്ചറിൽ കാണുന്ന പല കാര്യങ്ങളും വളരെ കോംപ്ലെക്സ് ആണ്. ആ നോൺ ലീനിയർ സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കണ്ടീഷൻസും കുറച്ച് അപ്രോക്സിമേഷൻസ് ഒക്കെ കൊടുത്ത് ആ സിസ്റ്റത്തെ ലീനിയർ സിസ്റ്റം ആക്കി കൺവേർട്ട് ചെയ്യും. ആ ലീനിയർ സിസ്റ്റം ആക്കി കൺവേർട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, പല അപ്രോക്സിമേഷൻസും കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലീനിയർ സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി നമുക്കൊരു നോൺ ലീനിയർ സിസ്റ്റം ഡിഫൈൻ ചെയ്യാൻ എന്ത് ഇതിന്റെ പവർ, ഫസ്റ്റ് പവറിനോട് പവർ ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എന്താ? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എക്സിന്റെ ഹയർ പവേഴ്സ് 2, 3, 4 അങ്ങനെയൊക്കെ വരികയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഓട്ടോണോമസ് സിസ്റ്റം ആൻഡ് നോൺ ഓട്ടോണോമസ് സിസ്റ്റം ആണ്. ഓട്ടോണോമസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഫംഗ്ഷൻ, അതായത് ഒരു സിസ്റ്റത്തെ നമുക്ക് ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് ഡിനോട്ട് ചെയ്യാം. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടൈമിനെ എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഓട്ടോണോമസ് സിസ്റ്റം. ടൈമിനെ ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? നോൺ ഓട്ടോണോമസ് സിസ്റ്റം ആണ്. അപ്പൊ ഓട്ടോണോമസ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് ഇക്വേഷൻ ആണ് d² x/dt² മൈനസ് മ്യൂ ഇൻറ്റു 1 മൈനസ് x² dx/dt പ്ലസ് x ഈക്വൽ ടു 0 എന്ന് പറയണത്. ഓക്കെ, ഇനി ഫേസ് പ്ലെയിനിൽ നമ്മൾ ഒരു ഡൈനാമിക് സിസ്റ്റത്തിന്റെ ഫേസ് പ്ലെയിൻ അനാലിസിസ് പറയുമ്പോൾ നമ്മൾ കുറച്ച് ടേംസ് പറഞ്ഞു. ഫേസ് പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മൾ കർവ് വരയ്ക്കുന്ന ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിലാണ്. അവിടെ 2 സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ടാവും. അതുപോലെ ഫേസ് കർവ് എന്ന് പറയുന്നത് ഡൈനാമിക്കൽ സിസ്റ്റം പാത്ത് ഫോളോ ചെയ്യുന്ന പാത്ത് ആണ് എന്ത്? ഫേസ് കർവ് അല്ലെങ്കിൽ ഫേസ് ട്രജക്ടറി എന്ന് പറയുന്നത്. പിന്നെ ഫേസ് പോർട്രേറ്റ്, ഒരു സെറ്റ് ഓഫ് കർവ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത്. ആ സിംഗുലർ പോയിന്റിന്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആ കർവില് ആ ഫേസ് പ്ലെയിനില് സിംഗുലർ പോയിന്റിന്റെ പാർട്ട് എന്തായിരിക്കും? വളരെ യുണീക്ക് ആയിരിക്കും. ആ സിസ്റ്റം വളരെ യുണീക്ക് ആയിട്ടായിരിക്കും സിംഗുലർ പോയിന്റിൽ ബിഹേവ് ചെയ്യുക. ആ സ്വഭാവം വേറെ എവിടെയും എന്ത് ചെയ്യില്ല? കാണിക്കില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലീനിയർ സിസ്റ്റത്തിന് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു. ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ ആണ് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം. ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം. a plus y² divided by 2e by m ആണ്. It is equal to
വൺ, നമുക്ക് എലിപ്സിൽ രണ്ട് ആക്സിസ് ഉണ്ട്, സെമി മേജർ ആക്സിസ് ആൻഡ് സെമി മൈനർ ആക്സിസ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്കും ബിക്കും നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ഡെഫിനറ്റ് എലിപ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ ഡെഫിനറ്റ് എലിപ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, കറങ്ങുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അതുപോലെ തന്നെ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ സെന്റർ പോയിന്റ്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലീനിയർ സിസ്റ്റത്തിനെ കുറിച്ച് അടുത്ത ഒരു 3 സിസ്റ്റം കൂടെ ലീനിയർ സിസ്റ്റംസ് പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ഹലോ, മാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു.